എല്ലാവരും ദുഃഖത്തോടുകൂടെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും. ആയത്തുള്ള ഖാംനയി മരണപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഡ്യൂട്ടിക്കിടെ ശനിയാഴ്ച ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിക്കുകയും അത് ഇറാൻ TV അതിലൂടെ അനൗൺസ് ചെയ്യുകയും ചെയ്തു. അതിലൂടെ നമ്മളൊക്കെ അത് മനസ്സിലാക്കുകയും ചെയ്തു. ഒരു യുഗം അവസാനിച്ചു എന്ന ഒരു തലക്കെട്ടോടുകൂടെ പലരും അത് വ്യക്തമാക്കുകയും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പം അടുത്ത നേതാവ് ആരാ എന്നുള്ളതായിരിക്കും കൂടുതൽ നമ്മളൊക്കെ ആലോചിക്കുന്നുണ്ടാകുക. പക്ഷെ അതിൻ്റെയൊക്കെ മറുവശം ചിന്തിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ ഒരു കള്ളക്കളി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ അവിടുത്തെ പരമോന്നത നേതാവിൻ്റെ തൊട്ട് താഴെയുള്ള ഒരാളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ട്വിറ്ററിലും മറ്റുമായിട്ട്, അഥവാ എക്സിലും മറ്റുമായിട്ട് വായിച്ച ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണെന്ന് നമ്മളൊക്കെ കരുതിയത്. അത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ട് പറയുന്നത്, നാണമുണ്ടോ ഈ ആയത്തുള്ള ഖാംനയ്ക്ക് ശേഷമുള്ള ഒരാളെ നിങ്ങൾക്ക് ഇപ്പണെ പ്രഖ്യാപിക്കാൻ എന്ന് ചോദിച്ചാൽ അതൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്ന വസ്തുതയാണ് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഉൾപ്പൊരുൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. 2 പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. മസൂദ് പെഷസ്കിയാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, ആയത്തുള്ള ഖാംനയി മരണപ്പെട്ടു എന്ന് പറയുന്ന രീതിയാണ്. അപ്പോൾ മസൂദ് പെഷസ്കിയാൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അനോണിമസ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞ അത് സ്ഥിരീകരിക്കാത്ത കാര്യം മാത്രമാണ്. എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൊലച്ചതി നടത്തിയതാണോ എന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 80-ൽ ചില്ലറ വയസ്സുള്ള അദ്ദേഹം വളരെയേറെ അന്തസ്സോടുകൂടി ഒരു ആളുടെ മുമ്പിലും മുട്ടുമടക്കാതെ കുനിഞ്ഞു നിൽക്കാതെ കൃത്യമായി നിലപാട് പ്രഖ്യാപിക്കുകയും തൻ്റെ രാജ്യത്തെ നന്നായി ഭരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും അദ്ദേഹം ഒരു വലിയ ചർച്ച പുരുഷനായി മാറിയിട്ടുണ്ട്. ലോകത്തെ ഒരു അമേരിക്കയെ ഞെട്ടിച്ച ഏകാധിപതി എന്നതിലുപരി ജനാധിപത്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു പരമോന്നത നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ചരിത്രം സാക്ഷിയാണ്. ആയത്തുള്ള ഖാംനയി ആണെന്നതിൽ യാതൊരു തർക്കവുമില്ല. അവിടെയാണ് ഈ ട്രംപിനെ ഇത്ര ദിവസം ഈ യുദ്ധത്തെ ലാഗിയിപ്പിക്കാൻ ഇദ്ദേഹം ഒരാൾ മാത്രമുള്ളത് കൊണ്ടാണ്. എന്താണെങ്കിലും ഇതിൻ്റെ ഉൾപ്പൊരുളുകൾ ഒരുപാട് ചൊറിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ മനസ്സിലാക്കിയ ഓരോ വ്യക്തിക്കും ഇതിൽ ആശങ്കപ്പെടാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ട് അടിക്കാനുള്ളൊരു വകുപ്പുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ തോന്നിപ്പോകുന്നു. ഈ നേരത്തെ തന്നെ ആയത്തുള്ള ഖാംനയ്ക്ക് വേണ്ടി ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് എന്നും അതെന്തിനാണ് ഇപ്പോഴേ കണ്ടുവെക്കുന്നത്, അതിന് നാണമുണ്ടോ എന്ന് ഒരാളെക്കുറിച്ച് കൃത്യമായി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയതും. പക്ഷേ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും എന്ന് കരുതിയെടുത്തുന്നതാണ്. ഇങ്ങനെ ഒരു ചതിയിലൂടെ കൊല ചെയ്യപ്പെടാനുള്ള സാധ്യത അന്നത്തെ എഴുത്തും ഇന്നത്തെ കൊലയും തമ്മിൽ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നിപ്പോകുന്നു. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബർസഖിയ ജീവിതം സന്തോഷത്തിലായി കൊടുക്കട്ടെ. ഇനിയിപ്പം അടുത്ത നേതാവ് ആരാണെന്നും ഇനി എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോവുക എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപക്ഷെ ഈ അറ്റാക്ക് ഇതോടുകൂടെ നിർത്തിയേക്കാം. കാരണം ഒരു ഉള്ളിലൂടെയുള്ള ഒരു ചതിപ്രയോഗത്തിലൂടെയാണ് ഈ യുദ്ധത്തെ തുടക്കം കുറിച്ചതെങ്കിൽ ഇനി യുദ്ധം അങ്ങോട്ട് മുന്നോട്ട് പോകില്ല. ആ ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞു. ഇനി പുതിയ ഒരു ലോകത്തേക്ക് അമേരിക്കയുടെ ഇഷ്ടപ്രകാരം ഭരിക്കാൻ പാകത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനെ അവിടെ കൊണ്ടുവരും. രക്തച്ചൊരിച്ചിലില്ലാതെ കാര്യങ്ങൾ നേടാൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ IRGC വളരെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് വരികയും ഇതിൻ്റെ ഒരു പകപോക്ക് അല്ലെങ്കിൽ അതിനൊരു ചോദ്യം ചെയ്തിട്ട് കൃത്യമായ ഒരു അറ്റാക്ക് നടത്തി അതിൻ്റെ നഷ്ടം നികത്താൻ പാകത്തിലുള്ള ഒരു തീവ്രമായിട്ടുള്ള അറ്റാക്കിലേക്ക് മുന്നോട്ട് വരും. പക്ഷെ അതെവിടെയും എഴുതി കാണുന്നില്ല. ചില മലയാള പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ മാത്രമാണ് ഞങ്ങൾ നഷ്ടം ചോദിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്വന്തമായി എഴുതിയതാണോ അല്ലയോ എന്നറിയില്ല. എന്നാൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന്, അവിടുത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉന്നതാധികാരികളുടെ ഭാഗത്ത് നിന്ന് ഈ പ്രസിഡൻറ്റിൻ്റെ ആ ഒരു നഷ്ടം ഞങ്ങൾ നിങ്ങളെ കൊണ്ട് തന്നെ നികത്തിപ്പിക്കും എന്നോ മറ്റോ ആ ലെവലിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇതുവരെ ആരും കുറിച്ചിട്ടത് കാണുന്നില്ല. അങ്ങനെ കാണാതിരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ആ ഡൗട്ട്, സംശയം ഇത് കൊലക്ക് കൊടുത്തയാണെന്ന് തോന്നുന്നത് ഉറപ്പിലേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. പ്രേക്ഷകരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്താണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വലിയൊരു പ്രഖ്യാപനമെങ്കിലും ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വരേണ്ടതായിരുന്നു. അത് വരാതിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. നേരത്തെ തന്നെ നാണമുണ്ടോ നിങ്ങൾക്ക് ആയത്തുള്ള ഖാംനയ്ക്ക് പകരം ഇപ്പണെ ആളെ പ്രഖ്യാപിക്കാൻ എന്ന ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൂട്ടിച്ചേർത്ത് വായിക്കുമ്പം ഇതൊക്കെ ആയത്തുള്ള ഖാംനയെ കൊലക്ക് കൊടുത്തതുപോലെ തോന്നിപ്പോകുന്നുണ്ട്.
യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കാം. എന്തായാലും ഈ ഒരു ഇട്ടാവട്ടത്തിൽ നമ്മൾ കാഴ്ചയിൽ കാണുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണെങ്കിലും ഒരു പ്രഖ്യാപനം ഇറാൻ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. നമ്മുടെ കണ്ണിൽ നമ്മൾ കണ്ടിട്ടില്ല എവിടെയും പ്രഖ്യാപിച്ചതായിട്ട്. കുറേ സമയം ഞാൻ ഇതിലൂടെ തപ്പി നോക്കി. അതാണ് ഇത്ര നേരം ഈ വീഡിയോ ചെയ്യാതിരുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷേ അതൊന്നും കാണുന്നില്ല. നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ആയത്തുള്ള ഖാംനഈ ആ യുഗം അവസാനിച്ചു, പുതിയ യുഗം എങ്ങനെയാകുമെന്ന് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.